ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലെ ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോയിൻറ്റ്സ് അല്ലേ, നമ്മുടെ ഒരു അനാട്ടമിയുടെ ഭാഗം നമുക്ക് അനാട്ടമി മാത്രമല്ല എല്ലാ ഭാഗവും ഒരു കൃത്യമായിട്ട് നമുക്കൊരു സിലബസ് തരാത്തതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റം സിലബസിലുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും ഏത് ഡെപ്തിലാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുന്നത് എപ്പോഴും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ കവർ ചെയ്ത് കൊണ്ടുപോകാമോ അത്രത്തോളം ഉയർന്ന മാർക്ക് നമ്മുടെ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 14 ജില്ലകളിലും ആദ്യ റാങ്കിലേക്ക് സഹകാരിയുടെ ചുണക്കുട്ടികൾ വരുന്നൊരു സിറ്റുവേഷൻ വരാൻ പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശക്തമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നും എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഈ ഒരു പരീക്ഷ വരാൻ പോകുന്ന വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും. അപ്പോൾ പരീക്ഷ അടുത്ത് വരികയാണ്. പരീക്ഷ അടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് പരീക്ഷയുടെ തലേദിവസവും നമുക്കൊരു ലൈവ് സെഷൻ ഉണ്ടായിരിക്കും, അതിനും മുന്നോടിയായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാനുള്ളത് പോലെ പരീക്ഷയ്ക്ക് ഒരു ദിവസം മുന്നേ നിങ്ങൾ പഠനം നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠനം നമ്മൾ നിർത്തുക, എന്തിനാ നിർത്തുന്നേ? ഞാൻ പറയുന്ന അത്ര മതിയെന്നേ. അതിൽ നിന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഡെലിബറേറ്റ്ലി ഞാൻ പറഞ്ഞുകൊണ്ട് ആരും നിർത്തി ടെൻഷൻ കയറ്റി വെക്കില്ല കേട്ടോ. ഡെലിബറേറ്റ്ലി നമ്മൾ തീരുമാനം എടുക്കുകയാണ്. ഇത്രയും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ ഈ പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് പഠിക്കുന്ന പരിപാടി എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല, ഇപ്പോഴും ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടില്ല. പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും അത്രയും നാളില്ലാത്ത പോലെ തലയിൽ കൂടെ മുടിയും പെരുത്തിട്ട് ഇങ്ങനെ പഠിക്കണതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് വല്ലതും നോക്കിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് മാത്രമേ എൻ്റെ തലയിൽ കാണത്തുള്ളൂ, വേറെ ഒന്നും നമ്മളെ മനസ്സിലോട്ട് ഓടി വരത്തില്ല. അപ്പോൾ നമുക്കെപ്പോഴും കാംനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ മറ്റേ ഇലക്ഷൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒരു ദിവസം നമ്മൾ ആലോചിക്കാൻ വേണ്ടി സമയം തരും സർക്കാർ. ഒരു ദിവസം ഒരു ബഹളമല്ല, കലാശക്കൂട്ട് ഒരു ദിവസം മുന്നോടിയാണ്. അപ്പോൾ കലാശക്കൂട്ട് ഒരു ദിവസം മുന്നോടിയായിട്ട് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഇത് കലാശക്കൂട്ടിന് മുന്നോടിയായിട്ടുള്ള ക്ലാസ്സാണ്. എന്നിട്ട് നിങ്ങൾ അപ്പോൾ മനസ്സിലൊരു മാനസിക പക്വതയിലേക്ക് നിങ്ങൾ വരും. ഐ എം ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ള കാര്യം. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം അങ്ങനെ ഒരു സംഭവം മനസ്സിലായി. അങ്ങനെ ചെയ്ത് വിജയിച്ചു പോയിട്ട് ഉള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. കാരണം ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് മതി, അല്ലെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ് എന്ന ആ ഒരു ഫീല് നമുക്ക് തരുന്ന ഒരു കാംനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷാ ഹാളിൽ. പിന്നെ പരീക്ഷാ ഹാളിൽ കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടെ പറഞ്ഞാൽ ഈ ക്ലാസ് തീരുകയില്ല. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ബോൺസ് ഫോമിങ് ആംഗിൾ ജോയിൻറ്റ് ആർ. താഴെ തന്നിരിക്കുന്നത് ആംഗിൾ ജോയിൻ്റെ ഭാഗമായി വരുന്ന ബോൺസ് ഏതാണെന്നുള്ള കാര്യം ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മൾ അപ്പർ ലിംബിലെ ജോയിൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പർ ലിംബിലെ ജോയിൻസ്. അപ്പർ ലിംബ് നമ്മുടെ കൈകളാണ് അല്ലേ, കൈകൾ. നോക്കാം ജോയിൻസ് ഓഫ് ദ അപ്പർ ലിംബ് പഠിക്കുമ്പോഴത്തേക്കും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഷോൾഡർ ഗിഡിൽ നോക്കണം. ഷോൾഡർ ഗിഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്കാപ്പുല എന്ന് പറയുന്ന ഒരു ബോണുണ്ട്, നമുക്കറിയാം. സ്കാപ്പുല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിത് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ ഇവിടെ ഗ്ലൈഡ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ബോണാണ് സ്കാപ്പുല അല്ലേ, സ്കാപ്പുല. പിന്നെ എന്താ വരുന്നത്? ക്ലാവിക്കിൾ എന്നറിയപ്പെടുന്ന ഒരു വിഷ് ബോൺ. ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ബോണില്ലേ, ആ ബോൺ, അതാണ് ക്ലാവിക്കിൾ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്. എന്തൊക്കെയാണ് സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്? ഈ ക്ലാവിക്കിൾ ഏതൊക്കെ ബോണുമായിട്ടാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ സ്കാപ്പുലയിലും അതുപോലെ ഈ നടുക്ക് കാണപ്പെടുന്ന സ്റ്റേർണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ക്ലാവിക്കിൾ അല്ലെങ്കിൽ വിഷ് ബോൺ എന്ന് പറയുന്ന ഈ സാധനം ജോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താ സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബോൺസ് ഏതൊക്കെയാ? സ്റ്റേർണവും ക്ലാവിക്കിളും, ഇത്രയേ ഉള്ളൂ. നോക്കൂ, സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിന്റ് ഇറ്റ് ഈസ് എ സാഡിൽ ജോയിന്റ് അല്ലേ, മാനുബ്രിയം സ്റ്റേർണയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഈ ഒരു ഭാഗത്തെ മാനുബ്രിയം എന്ന് പറയുന്നത് കേട്ടോ, മാനുബ്രിയം സ്റ്റേർണ. അപ്പോൾ ഇതൊരു സാഡിൽ ജോയിന്റ് ആണെന്ന് മനസ്സിലാക്കാം. സാഡിൽ ജോയിന്റ് ടൈപ്സ് ഓഫ് ജോയിന്റിൽ പഠിച്ചാണ് അല്ലേ. അതുപോലെ എന്താണ് സൈനോവിയൽ ജോയിന്റും കൂടെയാണ്. എന്താ സൈനോവിയൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ there is a cavity അല്ലേ. കാര്യം എന്താ? ദാറ്റ് ഈസ് ട്രൂ ജോയിന്റ്, മൂവബിൾ ആണ്. കാര്യം എന്താ നോക്കുക, നിങ്ങൾ ഈ കൈ ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റേണത്തിനല്ല ഈ ക്ലാവിക്കിളിന് മൂവ്മെന്റ് ഇല്ലേ മക്കളെ, കണ്ട ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ക്ലാവിക്കിൾ അനങ്ങുന്നില്ലേ? അനങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിന്റ് എങ്ങനെയുള്ള ജോയിന്റ് ആണ്? അത് സൈനോവിയൽ ജോയിന്റുമാണ്, അതൊരു സാഡിൽ ജോയിന്റുമാണ്.
ഓക്കെ. സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ ജോയിന്റ് അത് മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണ്. അതുപോലെ സാഡിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വെട്ടും ഇങ്ങനെ അതിനകത്തോട്ട് ഇറങ്ങിയിരിക്കും അല്ലേ, സാഡിൽ ജോയിന്റ് ആണ്. അതാണ് സ്റ്റേണവും ക്ലാവിക്കിളും തമ്മിലുള്ള ജോയിന്റ് ഒന്ന്. രണ്ടെന്താ, അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിന്റ്. എന്താ, അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിന്റ്. എന്താ, അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിന്റ്. എന്താണ് സംഭവം അക്രോമിയോ എന്ന് പറഞ്ഞാൽ? അക്രോമിയോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സ്കാപ്പുല. എന്താണ്, സ്കാപ്പുലയുടെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ ഈ ക്ലാവിക്കിൽ രണ്ട് സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്, ഒന്ന് സ്റ്റേണവുമായിട്ടും രണ്ട് സ്കാപ്പുലയുമായിട്ടും. അപ്പോൾ നമുക്ക് അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ്. ശ്രദ്ധിക്കുക, ഇറ്റ്സ് എ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സൈനോവിയൽ ജോയിന്റ് ആണ്. ഇൻ ദ ലാറ്ററൽ എൻഡ് ഓഫ് ദ ക്ലാവിക്കിൾ ആൻഡ് അക്രോമിയോൺ പ്രോസസ് ഓഫ് ദി സ്കാപ്പുല. അപ്പോൾ അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിന്റിൽ ഇൻവോൾവ് ആവുന്ന ബോൺസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് സ്കാപ്പുലയും രണ്ട് ക്ലാവിക്കിളും അല്ലേ, സ്കാപ്പുലയും ക്ലാവിക്കിളും. അല്ലെങ്കിൽ സ്കാപ്പുലയുടെ അക്രോമിയൻ പ്രോസസ്സ് അല്ലേ, അക്രോമിയൻ പ്രോസസ്സാണ് എന്ത് ഈ ഒരു ജോയിന്റിന്റെ ഭാഗമായിട്ട് മാറുന്നത്. കണ്ടോ, ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ വിഷ് ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കിൾ, ഇതാണ് അക്രോമിയൻ പ്രോസസ്സ്. ഇത് സ്കാപ്പുലയുടെ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടില്ലേ, അക്രോമിയൻ പ്രോസസ്സ് കണ്ടില്ലേ. അപ്പോൾ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് അതും എന്താണ്, സൈനോവിയൽ ജോയിന്റ് ആണ്. നമ്മൾ ഇങ്ങനെ കറക്കാനൊക്കെ പറ്റുന്ന മൂവബിൾ ആയിട്ടുള്ള സൈനോവിയൽ ക്യാവിറ്റി ഉള്ള ജോയിന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഷോൾഡർ ഗിഡിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഷോൾഡർ ഗിഡിൽ എന്തൊക്കെയുണ്ട്? ക്ലാവിക്കിളുണ്ട്, അതിനോടൊപ്പം എന്തുണ്ട്, സ്കാപ്പുലയും ഉണ്ട് അല്ലേ, ക്ലാവിക്കിളും സ്കാപ്പുലയും. അപ്പോൾ രണ്ട് ജോയിന്റ് ആണ്, ഒന്ന് സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ്. ക്ലാവിക്കിൾ ഇവിടെ സ്റ്റേണോവുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. സ്റ്റേണോ നമുക്കറിയാമല്ലോ എവിടെയാണ്, നമ്മുടെ തൊറാക്സിന്റെ ആ ഒരു മീഡിയൽ ആസ്പെക്റ്റിൽ കാണപ്പെടുന്ന സാധനമാണ് സ്റ്റേണോ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ, അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അക്രോമിയോ ക്ലാവിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്കും സ്കാപ്പുലയുടെ അക്രോമിയോൺ പ്രോസസ്സും അതുപോലെ ക്ലാവിക്കിളുമായിട്ട് ജോയിൻ ചെയ്താണ് അക്രോമിയോ ക്ലാവിക്. ആ പേര് തന്നെ ഉണ്ടടേ, അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിന്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഗ്ലിനോ ഹ്യൂമറൽ ജോയിന്റ് നമുക്ക് നോക്കാം. ഈ ഷോൾഡർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഏതൊക്കെ, ക്ലാവിക്കിളും ഈ സ്കാപ്പുലയും തമ്മിൽ പഠിച്ചു. ഇനി എന്താ വരുന്നത്, ഗ്ലിനോ ഹ്യൂമറൽ ജോയിന്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ദ ഷോൾഡർ ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് പ്രധാനമായിട്ടും നമ്മുടെ ഈ കയ്യിൽ കാണപ്പെടുന്ന ഈ അസ്ഥി നമ്മൾ എന്താ വിളിക്കുക, ഹ്യൂമറസ് എന്നാ വിളിക്കുക അല്ലേ. ഈ അസ്ഥി അല്ലെ, ഈ ആം റീജിയനിൽ കാണപ്പെടുന്ന അസ്ഥി നമ്മൾ എന്താ വിളിക്കുക, ഹ്യൂമറസ് എന്നാണ് വിളിക്കുക. അപ്പൊ നോക്ക്, ആ ഹെഡ് ഓഫ് ഹ്യൂമറസ് അല്ലേ, ഹെഡ് ഓഫ് ഹ്യൂമറസ് പോയിട്ട് സ്കാപ്പുലയിൽ കാണപ്പെടുന്ന ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്ന ക്യാവിറ്റിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള സൈനോവിയൽ ജോയിന്റ് ആണ് എന്ത്, ഷോൾഡർ ജോയിന്റ്. ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് മൂവ്മെന്റ് നമുക്ക് ബോഡിയിൽ അനുവദിക്കുന്ന ഒരേ ഒരു ജോയിന്റ് ഏതാണ്, ഷോൾഡർ ജോയിന്റ് ആണ്. കാര്യം എന്താ, കൈ എങ്ങനെയൊക്കെ വേണം തിരിക്കാം അല്ലേ, ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെ തിരിക്കാം, കറക്കാം, തിരിച്ച് കറക്കാം അല്ലേ. ഓരോ മൂവ്മെന്റിനും പേരുണ്ട്, പറഞ്ഞുതരാം. നമുക്ക് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ആണ് ക്ലാവിക്കിളും അക്രോമിയൻ പ്രോസസ് ഓഫ് സ്കാപ്പുലയുമായി ബന്ധപ്പെടുത്തിയുള്ളത്. അടുത്തത് ഗ്ലിനോ ഹ്യൂമറൽ ജോയിന്റ് അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ് എന്നറിയപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തി ആർട്ടിക്കുലേഷൻ വരുന്ന ഏതൊക്കെയാണ് മക്കളെ, ഹ്യൂമറസിന്റെ ഹെഡും സ്കാപ്പുലയിലുള്ള ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്ന ക്യാവിറ്റിയും. ആ ക്യാവിറ്റിക്കകത്തേക്ക് സ്കാപ്പുലയുടെ ഹെഡ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു അല്ലേ, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. എ ജോയിന്റ് ഇസ് ഫോംഡ് ബൈ ദ സ്ഫെറിക്കൽ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ഗ്ലിനോയിഡ് ക്യാവിറ്റി ഓഫ് സ്കാപ്പുല. ഇതാണെന്ത്, ഗ്ലിനോ ഹ്യൂമറൽ ജോയിന്റ് അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ് എന്നറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ബോൺസ് ഇൻവോൾവ് ഏതൊക്കെയാ മക്കളെ പറ, ഹ്യൂമറസും അതുപോലെ സ്കാപ്പുലയും അല്ലേ. ഇനി എന്താ, അവിടുത്തെ ജോയിന്റുകളെല്ലാം കഴിഞ്ഞു. ഇനി വരും നമ്മുടെ എൽബോ ജോയിന്റ്. എൽബോ ജോയിന്റ് അല്ലേ, നമ്മൾ എപ്പോഴും ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും, സന്ധികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും തൊട്ട് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന സാധനമാണ് എൽബോ ജോയിന്റ് അല്ലേ. അത് എന്ത് ടൈപ്പ് ജോയിന്റാ, അതൊരു ഹിഞ്ച് ജോയിന്റ് ആണ്. കമ്പോർട്സ് ഓഫ് ടു പാർട്സ്, രണ്ട് പാർട്ടുകളുണ്ട്. അതൊരു ഹിഞ്ച് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫ്ലെക്ഷൻ മൂവ്മെന്റ്, ഇത് എക്സ്റ്റൻഷൻ മൂവ്മെന്റ്. ഫ്ലെക്ഷൻ മൂവ്മെന്റ്, എക്സ്റ്റൻഷൻ മൂവ്മെന്റ്, ഈ രണ്ട് മൂവ്മെന്റ് മാത്രം അലോ ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ്. അങ്ങനെയുള്ള ജോയിന്റ്സ് നമ്മൾ എന്ന് പറയാം, ഹിഞ്ച് ജോയിന്റ് എന്ന് പറയാം അല്ലേ.
ഹിഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? വിജാഗിരി സന്ധികൾ. നമ്മുടെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പുറത്തുറക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങനത്തെ തിരിക്കാനും പറ്റില്ലല്ലോ. അതാണ് വിജാഗിരി വെച്ചിട്ടാണ് നമുക്ക് കഥകിനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് അല്ലേ. അതാണെന്ത്? ഹിഞ്ച് ജോയിന്റുകൾ. അപ്പൊ നോക്കാം, ഹിഞ്ച് ജോയിന്റ്. ഹ്യൂമറോ അൾനാർ പാർട്ട് നോക്കാം. ഹ്യൂമറോ അൾനാർ പാർട്ട്, അതായത് ട്രോക്ലിയ ഓഫ് ഹ്യൂമറസും ട്രോക്ലിയ നോച്ച് ഓഫ് അൾനയും. കണ്ടോ, ഹ്യൂമറോ അൾനാർ പാർട്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും ഏതാ മക്കളെ? അൾന. ഈ പോയിന്റ് ഓഫ് എൽബോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അൾനയുടെ ഒലിക്രണോൺ പ്രോസസ്സാണ് കേട്ടോ. ഒലിക്രണോൺ പ്രോസസ്സാണ്. അപ്പൊ നോക്കാം, അൾന ഈ സൈഡിൽ ഇരിക്കുന്നതാണ് അല്ലേ. ഈ സൈഡിൽ അൾന ഇരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് വണ്ണം കൂടിയതും അല്ലെ റേഡിയസ് കൂടിയതും ഏതാണ്? റേഡിയസിനാണ്. റേഡിയസ് ആൻഡ് അൾന അല്ലെ. അപ്പൊ അതിൽ തിന്നറായിട്ടിരിക്കുന്നത് അൾനയാണ്. കൂടുതൽ ലെങ്ത് കൂടിയത് അൾനയാണ്. റേഡിയസിന് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു വണ്ണം കൂടുതലാണ്. രണ്ട് പാർട്ടാണ് നമ്മുടെ എൽബോ ജോയിനുള്ളത്. ഹ്യൂമറോ അൾനാർ പാർട്ട്, ഹ്യൂമറോ അൾനാർ പാർട്ട്. ഇവിടെ ഹ്യൂമറസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അൾനയും കാണാൻ പറ്റും. അപ്പൊ എന്താ? ട്രോക്ലിയ ഓഫ് ഹ്യൂമറസ്. ഹ്യൂമറസിന്റെ ട്രോക്ലിയ, അതായത് ഇങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു എൻഡ് ഉണ്ട്. അതിന്റെ ഈ സൈഡിലോട്ട് തിരിച്ചാൽ ട്രോക്ലിയ, ഈ ഭാഗമാണ് ഇതിന്റെ ട്രോക്ലിയ ഓഫ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഈ ഭാഗം ട്രോക്ലിയ ഓഫ് ഹ്യൂമറസും അതിനോടൊപ്പം എന്താണ്? ട്രോക്ലിയർ നോച്ച് ഓഫ് അൾന. ആ ട്രോക്ലിയയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു നോച്ച് അല്ലേ, ആ ഒരു നോച്ചും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? ഹ്യൂമറോ അൾനാർ പാർട്ട് ഉണ്ടാവുക. ഇവിടെ രണ്ട് പാർട്ട് ഉണ്ടെന്ന് പഠിച്ചാൽ മതി. ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? ഹ്യൂമറസും അൾനയുമാണ് അതിനകത്ത് വരുന്നത്. രണ്ടെന്താണ്? ഹ്യൂമറോ റേഡിയൽ പാർട്ട്. അവിടെ എന്താണ്? ക്യാപ്റ്റിലം ഓഫ് ഹ്യൂമറസും കോൺകേവ് അപ്പർ സർഫസ് ഓഫ് റേഡിയസും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? ഹ്യൂമറോ റേഡിയൽ പാർട്ട് അല്ലേ. ഇവിടുന്നാണ് നമ്മുടെ ഹ്യൂമറസിന്റെ ഈ ഒരു ഭാഗം കോൺകേവ് അപ്പർ സർഫസ് ആണ്. അതുപോലെ എന്താണ്? ഹ്യൂമറസിന്റെ ക്യാപിറ്റലോ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ എന്താണ്? റേഡിയസിന്റെ ഈ ഭാഗം കോൺവെക്സ് ആണ്. ക്യാപിറ്റലോ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ഭാഗമാണ്. എന്താ? ഹ്യൂമറോ റേഡിയൽ പാർട്ടിലുള്ള ക്യാപിറ്റലോ ഹ്യൂമറസ്, അതുപോലെ കോൺകേവ് അപ്പർ സർഫസ് ഓഫ് റേഡിയസും കൂടെ ചേർന്ന് ഈ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരു അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഒരു കോൺകേവ് ഭാഗമാണ് റേഡിയസിന്റെ ഭാഗം. ആ രണ്ട് ഭാഗം കൂടെ കൂടി ചേർന്നുണ്ടാവുക രണ്ടാമത്തെ ഹ്യൂമറോ റേഡിയൽ പാർട്ട് ഉണ്ടാവുക. അപ്പോൾ എൽബോ ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതും എന്താണ്? ഒരു സൈനോവിയൽ ജോയിന്റ് തന്നെയാണ് കേട്ടോ. സൈനോവിയൽ ജോയിന്റ് തന്നെയാണ്. ട്രൂ ജോയിന്റ് ആണ്, മൂവബിൾ ആണ്. അതൊരു ഹിഞ്ച് ജോയിന്റ് ആണ്. രണ്ട് പാർട്ടുണ്ട്, ഹ്യൂമറസും അൾനയുമായിട്ട് കൂടിച്ചേരുന്ന പാർട്ടും രണ്ട് ഹ്യൂമറസും റേഡിയസുമായിട്ട് കൂടിച്ചേർന്ന പാർട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് റേഡിയോ അൾനാർ ജോയിന്റുകൾ നോക്കാം. അപ്പോൾ ഹ്യൂമറസും അതുപോലെ നമ്മുടെ ഈ റേഡിയസും അൾനയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ജോയിന്റാണ് പ്രധാനമായിട്ടും എൽബോ ജോയിന്റ്. അപ്പോൾ എൽബോ ജോയിന്റിൽ രണ്ട് പാർട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ കൂടിയും എൽബോ ജോയിന്റുമായി ബന്ധപ്പെടുത്തി വരുന്ന ബോൺസിന്റെ എണ്ണം ചോദിച്ചാൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന അല്ലേ. ഈ 3 ജോയിന്റുകൾ കൂടിച്ചേരുന്ന ഒരൊറ്റ ജോയിന്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൽബോ ജോയിന്റ് എന്ന് വിളിക്കുക. മറന്നു പോകരുത്. ഇനി ഈ റേഡിയസും അൾനയും ഇല്ലേ, ഇത് തമ്മിൽ ആർട്ടിക്കുലേഷൻ ഇല്ലേ? ഉണ്ടാ. അപ്പോൾ നോക്കാം, പ്രധാനമായിട്ടും 3 ജോയിന്റുകളാണ് നമ്മൾ റേഡിയസിനും അൾനയ്ക്കും ഇടയിൽ പഠിക്കുന്നത്. ഒന്ന് സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. എന്താ? സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. അതെവിടെയാ കാണപ്പെടുന്നത്? ഇവിടെ ഭാഗത്ത് അല്ലേ. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന അല്ലേ. ഇവിടെ എന്താ? ഇവിടെ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ നോക്കാം, ഇവിടെ റേഡിയസും അൾനയും ഉണ്ട്. സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. എന്താ? മുകളിൽ ഈ 2 അസ്ഥികൾ പാരലായിട്ട് ഇങ്ങനെ വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ 2 അസ്ഥികൾ തമ്മിൽ മുകളിൽ സുപ്പീരിയർ ഭാഗത്ത് അല്ലെ, ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ജോയിന്റ് ആണ് ഈ പറഞ്ഞ സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. ഇതും എന്താണ്? ഒരു സൈനോവിയൽ ടൈപ്പ് ആണ്. ദേർ ഈസ് എ മൂവ്മെന്റ് അല്ലേ. സൈനോവിയൽ ടൈപ്പ് ആണ്. മറ്റേ ജോയിന്റ് ഭാഗമായിട്ട് വരുന്നുണ്ട് ആ ഭാഗം. ഓക്കെ, ഇനി എന്താ? ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്. ഇത് ഒരു പിവറ്റ് ടൈപ്പ് ജോയിന്റ്. കാരണം നമ്മുടെ കയ്യിൽ ഈ പ്രൊണേഷൻ ആൻഡ് സൂപ്പനേഷൻ ഈ 2 മൂവ്മെന്റ് പോസിബിൾ ആകുന്നത് ഇവിടെയുള്ള ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റും റേഡിയസിനും അൾനയ്ക്കും ഇടയിലുള്ള ഈ ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റും അതുപോലെ സുപ്പീരിയർ ഇവിടെ തിരിക്കാമല്ലോ, ഇങ്ങനെ തിരിക്കാമല്ലോ. ഇവിടെ മാത്രമല്ലല്ലോ, ഇവിടെ ഇങ്ങനെ തിരിക്കാം അല്ലേ. യെസ്. അപ്പോൾ ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റും കൂടെ ചെന്നിട്ടാണ് ഈ 2 മൂവ്മെന്റ്, ഒറ്റ മൂവ്മെന്റ്, പിവറ്റ് മൂവ്മെന്റ് പോസിബിൾ ആക്കാം. അതിന് 2 മൂവ്മെന്റ് ഉണ്ട്, സുപ്പിനേഷനും പ്രൊണേഷൻ ആൻഡ് സുപ്പിനേഷൻ. ഈ 2 മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത് നമ്മുടെ ഏതൊക്കെയാണ്? സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റും ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റും ചേർന്നിട്ടാണ്. ഇത് രണ്ടും എന്താണ്? പിവറ്റ് ജോയിന്റ് ആണ്. പിവറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്സിസിൽ ഇങ്ങനെ തിരികെയാണ് പിവറ്റ് മൂവ്മെന്റ് അല്ലേ. യെസ്, അറിയാലോ, ഞാൻ പറഞ്ഞല്ലേ, പിവറ്റ് പറഞ്ഞതല്ലേ. യെസ്, പിവറ്റ് ജോയിന്റ് ആണ്.
ഇനി എന്താ നോക്കുന്നേ, മിഡിൽ റേഡിയോ അൾനാർ ജോയിന്റ്. ഇതെന്താ, സിൻഡസ്മോസിസ് കണക്ഷൻ ആണല്ലേ, സൈനോവിയൽ അല്ല. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ദാ ഇവിടെ ഉള്ള കണക്ഷനാണ് ഈ ഒരു മൂവ്മെന്റിൽ ഇന്റർ കണക്ഷൻ പോസിബിൾ ആക്കുന്നത്. അതെന്താണ്, സൈനോവിയൽ ജോയിന്റ് അല്ല. മിഡിൽ റേഡിയോ അൾനാർ ജോയിന്റ് എന്ന് പറയുമ്പോൾ അതൊരു സൈനോവിയൽ ടൈപ്പ് ജോയിന്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേടേ? സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്, ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ്, അതുപോലെ മിഡിൽ റേഡിയോ അൾനാർ ജോയിന്റ്. റേഡിയസിനും അൾനയ്ക്കും ഇടയിലുള്ള ജോയിന്റുകളാണ് ഈ 3 നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കാം റിസ്റ്റ് ജോയിന്റ്. ഇത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം, എന്നാലും കുഴപ്പമില്ല. നോക്കാം. ഇറ്റ് ഈസ് ബൈ ആക്സിയൽ എലിപ്സോയിഡ് കോണ്ടൈലോയിഡ് ജോയിന്റ്. അങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതുപോലെ ജോയിന്റ് ആൾസോ കാൾഡ് റേഡിയോ കാർപ്പൽ ജോയിന്റ്. റേഡിയോ കാർപ്പൽ ജോയിന്റ്. റേഡിയസും അൾനയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ല ഇവിടെ. റേഡിയസ് ആണ് അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സാധനം. റേഡിയസും കാർപ്പൽസുമായിട്ടുള്ള ജോയിന്റ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ റെസ്റ്റ് ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. കണ്ടോ, കാർപ്പൽ രണ്ട് അടുക്കായിട്ടാണ് കാർപ്പൽസിനെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ റേഡിയസ് നല്ല വിസ്താരമുള്ള ഭാഗമാണ് ഇവിടെ അല്ലേ. ആ ഭാഗവുമായിട്ട് ചേരുന്ന ജോയിന്റ് ആണ് മക്കളെ, റിസ്റ്റ് ജോയിന്റ്. എന്താണ് റിസ്റ്റ് ജോയിന്റ്? കോണ്ടൈലോയിഡ് സൈനോവിയൽ ജോയിന്റ്. കോണ്ടൈലോയിഡ് ജോയിന്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. എലിപ്സോയിഡ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കോണ്ടൈലോയിഡ് സൈനോവിയൽ ജോയിന്റ് ആണ്. എന്താ കാര്യം? അഡക്ഷൻ, അബ്ഡക്ഷൻ, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഈ പറഞ്ഞ മൂവ്മെന്റ് എല്ലാം റിസ്റ്റ് ജോയിന്റിൽ പോസിബിൾ ആണ് അല്ലേ. അഡക്ഷൻ, അബ്ഡക്ഷൻ, ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, ഈ പറഞ്ഞ എല്ലാ മൂവ്മെന്റും കിട്ടുന്ന ജോയിന്റ് ആണ് റിസ്റ്റ് ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ. അതിൽ എന്തൊക്കെയാ ഉള്ളത്? It is formed by the articulation of radius and ulnar bones from the forearm with the 8 carpal bones of the wrist. അല്ലേ, എല്ലാ കാർപ്പൽ ബോൺസും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാൽ കൂടിയും അതിനെല്ലാം നമ്മൾ റിസ്റ്റ് ജോയിന്റിനുള്ളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം റേഡിയസും അൾനയും കാർപ്പൽസിലൂടെ ചേർന്നാണ് എന്തുണ്ടാവുക, റിസ്റ്റ് ജോയിന്റ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി എന്താ, കാർപ്പോ മെറ്റാ കാർപ്പൽ ജോയിന്റ് ഓഫ് ദ തമ്പ് നോക്കിയാൽ മതി നമ്മളിവിടെ. കാർപ്പൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇവിടെ 2 റോ ആയിട്ട് അടുക്കി വെച്ച സാധനമാണ്. അത് കഴിഞ്ഞ് വരുന്ന സാധനമാണ് എന്ത് മക്കളെ, മെറ്റാ കാർപ്പൽ. എന്താണ് മെറ്റാ കാർപ്പൽ? അപ്പൊ കാർപ്പോ മെറ്റോ കാർപ്പൽ ജോയിന്റ് അതും എന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സാഡിൽ അല്ലെങ്കിൽ സെല്ലാർ ജോയിന്റ്. അലോസ് മോഷൻ ടു ഓൾ ഡയറക്ഷൻ. കണ്ടില്ലേ, ഇങ്ങനെ കറക്കാൻ പറ്റില്ല നമുക്ക്. കണ്ടോ, സാഡിൽ ടൈപ്പ് ജോയിന്റ് ആണ്, ഇങ്ങനെ കറക്കാൻ പറ്റും. യെസ്, കാർപ്പോ മെറ്റോ കാർപ്പൽ ജോയിന്റ് ഓഫ് ദ തമ്പ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സാഡിൽ അല്ലെങ്കിൽ സെല്ലാർ ജോയിന്റ് ദാറ്റ് അലോസ് മോഷൻ ടു ഓൾ ഡയറക്ഷൻസ് അല്ലേ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ജോയിന്റുകൾ, ടൈപ്പ് ഓഫ് ജോയിന്റ്, അതിന്റെ മൂവ്മെന്റ് കൂടെ നോക്കി പോകാം. ഫസ്റ്റ് വൺ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ്. ഇതൊരു സാഡിൽ ടൈപ്പ് ജോയിന്റ് അല്ലെങ്കിൽ സൈനോവിയൽ ജോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൈഡിങ് ആൻഡ് റൊട്ടേറ്ററി മൂവ്മെന്റ് ഓഫ് ദ സ്കാപ്പുലയെ എയ്ഡ് ചെയ്യുന്നു ആര് നമ്മൾ ഈ പറഞ്ഞ ജോയിന്റിന്റെ ഈ മൂവ്മെന്റ്. അടുത്തത് അക്രോമിയോ ക്ലാവിക്കുലർ, പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ് ആണ്. നേരത്തെ പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ള സൈനോവിയൽ ജോയിന്റ് ഗ്ലൈഡിംഗ് മൂവ്മെന്റ് ഓഫ് സ്കാപ്പുല അല്ലേ, ഗ്ലൈഡിംഗ് മൂവ്മെന്റ് ഓഫ് സ്കാപ്പുലയെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഗ്ലിനോ ഹ്യൂമർ അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ്, ബാൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ് ആണ്. ഫ്ലക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, സർക്കംഡക്ഷൻ, മീഡിയൽ റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയും ഏറ്റവും കൂടുതൽ മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം ഇതാണ്, ബാൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഗ്ലിനോ ഹ്യൂമറൽ ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്. അടുത്ത എൽബോ, ഹിഞ്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്. ഫ്ലക്ഷനും എക്സ്റ്റൻഷനും മാത്രമേ ഉള്ളൂ. സുപ്പീരിയർ റേഡിയോ അൾനാർ, പിവറ്റ് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്. പ്രൊണേഷനും സൂപ്പനേഷനും മാത്രമേ ഉള്ളൂ അവിടെ. അതുപോലെ റിസ്റ്റ് എന്താണ്, എലിപ്സോയിഡ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ് ആണ്. ഫ്ലക്ഷൻ, എക്സ്റ്റൻഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ എല്ലാം ഉണ്ട്. അതുപോലെ കാർപ്പോ മെറ്റോ കാർപ്പൽ ജോയിന്റ്, കാർപ്പസും മെറ്റാ കാർപ്പലും ഇറ്റ്സ് എ സാഡിൽ ടൈപ്പ് ജോയിന്റ് ആണ്. ഫ്ലക്ഷനും എക്സ്റ്റൻഷനും അഡക്ഷനും അബ്ഡക്ഷനും ഓപ്പോസിഷനും ഒക്കെ ഉണ്ട് അല്ലേ. ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് നമുക്കിത് പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എല്ലാം നമുക്കുണ്ട്. അതുപോലെ മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ് കോണ്ടൈലാർ ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ് ആണ്. മെറ്റാകാർപ്പസും ഫലാഞ്ചസും തമ്മിലുള്ള ജോയിന്റ്. അതെന്താണ്, ഫ്ലക്ഷനും എക്സ്റ്റൻഷനും അബ്ഡക്ഷനും അഡക്ഷനും നടക്കും. എന്താണ്, ഇതാണ് ഇത് കാർപ്പൽ, ഇവിടെ മെറ്റാകാർപ്പൽ, അത് കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് ഫലാഞ്ചസ് തുടങ്ങും. 3 അല്ലേ, 3 തുടങ്ങും വിരലുകളിലേക്കുള്ള. യെസ്, അത് ഇന്റർ ഫലാഞ്ച് ജോയിന്റ് ഹിഞ്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്. ഫ്ലക്ഷനും എക്സ്റ്റൻഷനും ഇന്റർ ഫലാഞ്ചിൽ നിന്നും ഫലാഞ്ചസിന് ഇടയിലുള്ള ജോയിന്റ് കണ്ടോ, ഹിഞ്ച് ടൈപ്പ് അല്ലേ. ഇങ്ങോട്ട് പുറത്തോട്ട് കളയ്ക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. ഫ്ലക്ഷനും എക്സ്റ്റൻഷനും മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങൾ ഓരോ മൂവ്മെൻറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മൂവ് ചെയ്ത് ഓരോ മൂവ്മെൻറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഉത്തരം തെറ്റാതെ എഴുതാനും പറ്റും.
അത്ര ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് വന്നിട്ടില്ല. നോക്കാം, ജോയിൻസ് ഓഫ് ദ ലോവർ ലിംബ്. നെക്സ്റ്റ് വൺ ഹിപ്പ് ജോയിന്റ് അല്ലെ. ലോവർ ലിംബ് നോക്കുമ്പോൾ ഹിപ്പ് ജോയിന്റ് ബാൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ജോയിന്റ് ആണ്, സൈനോവിയൽ ജോയിന്റ് ആണ്. എന്തൊക്കെയാ ഉള്ളത്? അസറ്റാബുലം ഓഫ് ദ ഹിപ്പ് ബോൺ അല്ലേ. ഹിപ്പ് ബോണിലുള്ള അസറ്റാബുലവും ഹെഡ് ഓഫ് ദ ഫീമറും കൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഹിപ്പ് ബോൺ ഉണ്ടാവുക, ഹിപ്പ് ജോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഭാഗം അല്ലേ. ഇതാണ് അസറ്റാബുലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്, ഈ 3 ബോൺസുള്ള കൂടിച്ചേരുന്ന ഭാഗത്താണ് അസറ്റാബുലം എന്ന ക്യാവിറ്റി ഉള്ളത്. ആ ക്യാവിറ്റിയിലേക്ക് നമ്മുടെ ഫീമറിൻ്റെ ഹെഡ് അല്ലെ, ഹെഡ് ഓഫ് ഫീമർ അറ്റാച്ച് ചെയ്താണെന്നുണ്ടാവുക ഈ കാണുന്ന ഹിപ്പ് ജോയിന്റ് ഉണ്ടാവുക. അതും എന്താണ്, ഒരു ബാൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ജോയിന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്, അതൊരു സൈനോവിയൽ ജോയിന്റുമാണ്. ഇനി നമുക്ക് നീ ജോയിന്റ് നോക്കാം. ഇറ്റ്സ് എ മോഡിഫൈഡ് ഹിഞ്ച് ജോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതും ഹിഞ്ച് ടൈപ്പ് ജോയിന്റ് ആണ് അല്ലേ, മോഡിഫൈഡ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയാം. ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ജോയിന്റ് ഓഫ് ദ ബോഡി അല്ലേ. ലാർജസ്റ്റ് ആണ്, അതുപോലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ജോയിന്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം നോക്കൂ, നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സെസമോയിഡ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ലേ. മുട്ടിടിച്ച് വീണാലും ഒന്നും അകത്തേക്കൊന്നും പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു സെസമോയിഡൊക്കെ വെച്ച് കൊടുക്കുക. ലാർജസ്റ്റ് സെസമോയിഡ് ഇൻ ദ ബോഡി ഏതാണ് മക്കളെ? പാറ്റല്ലയാണ്. എന്താണ്? പാറ്റല്ല. എന്താണ്? പാറ്റല്ല, മറന്നുപോയല്ല. ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ ഇൻ ദ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടിൽ കാണപ്പെടുന്ന പാറ്റല്ലയാണ് കേട്ടോ. കാൽമുട്ടിൽ കാണുന്നത് പാറ്റല്ല, നീ ജോയിന്റിൽ കാണപ്പെടുന്ന പാറ്റല്ല. അപ്പോൾ മോഡിഫൈഡ് ഹിഞ്ച് ജോയിന്റ് ആണ് എന്ത്? നീ ജോയിന്റ്. ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ജോയിന്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ അത് നീ ജോയിന്റ് ആണ്. അതുപോലെ എന്തൊക്കെയാണ് അറ്റാച്ച് വരുന്നത്? കോൺടൈൽസ് ഓഫ് ഫീമർ, കോൺടൈൽസ് ഓഫ് ടിബിയ ആൻഡ് പാറ്റല്ല. നോക്കാം, എന്താണ്? ഫിമറിൻ്റെ ഭാഗവും അതുപോലെ ടിബിയയുടെയും പാറ്റല്ലയുടെയും ഭാഗവും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്? നീ ജോയിൻ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ജോയിൻ്റ് നോക്കാം. എന്താ ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ആ മൂവ്മെൻ്റ് കാണാൻ പറ്റും അല്ലേ. ഇവിടെ കാണപ്പെടുന്ന ഈ ജോയിൻ്റ് ആണ് ആംഗിൾ ജോയിൻ്റ്. മനസ്സിലാക്കണം നിങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ. ആംഗിൾ ജോയിന്റിനെ കുറിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൾസോ കാൾഡ് ടാലോ ക്രൂറൽ ജോയിന്റ് അല്ലേ. ടാലോ ക്രൂറൽ ജോയിന്റ് എന്ന് പറയുന്നു, അതൊരു യൂണി ആക്സിയൽ ഹിഞ്ച് ജോയിന്റ്. ഒരൊറ്റ ആക്സിസിൽ മാത്രം ഇങ്ങനെയുള്ള മൂവ്മെന്റ് സാധ്യമായിട്ടുള്ള ഹിഞ്ച് ജോയിന്റ് ആണ്. ബോൺസ് എന്തൊക്കെയാണ് വരുന്നത്? ലോവർ എൻഡ് ഓഫ് ടിബിയ, ഫിബുല ആൻഡ് ടാലസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനമാണ് കാൽക്കേനിയം എന്ന് പറയുന്ന ബോൺ അല്ലെ. ഏറ്റവും പുറത്തേക്ക് ഉപ്പൂറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ബോൺ. അതിനിടയ്ക്ക് കാണപ്പെടുന്ന ഈ സാധനമാണ് ഇത് ടാലസ് എന്ന് പറയുന്ന ബോൺ. ഒറ്റ ബോൺ അല്ല കേട്ടോ, അവിടെ ഒരു ഏറ്റവും വലിയൊരു എന്താണ് കാർപ്പൽ അവിടെ ഇരിപ്പുണ്ട്, അതാണ് ടാലസ് എന്ന് പറഞ്ഞ ബോൺ. അപ്പോൾ ടാലസും അതുപോലെ നമ്മുടെ എന്താണ് ടിബിയയും ഫിബുലയുമായിട്ട് ജോയിൻ ചെയ്യണം എന്തുണ്ടാവുന്നത്? ആംഗിൾ ജോയിൻ ഉണ്ടാവുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തല്ല നമ്മുടെ ഈ പറഞ്ഞ എന്താ കാൽക്കേനിയം എന്ന് പറയുന്ന ഭാഗം, കാൽക്കേനിയം എന്ന് പറയുന്ന ഈ ബോൺ എന്തിൻ്റെ ഭാഗമല്ല മക്കളെ? ആംഗിൾ ജോയിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഈ കാൽക്കേനിയം ആയിട്ട് ബന്ധപ്പെടുന്ന അടുത്ത ജോയിൻ സബ്ടാലാർ ജോയിന്റ് ആണ്. ടാലസിന്റെ താഴെ കാണപ്പെടുന്ന ജോയിന്റിലാണ് എന്താ ഈ കാൽക്കേനിയത്തിന് എന്ത് വരുന്നത്? പ്രാധാന്യം വരുന്നത്. നോക്കാം, സബ്ടാലാർ ജോയിന്റ് ഈസ് ആൾസോ നോൺ ആസ് ടാലോ കാൽക്കേനിയൽ ജോയിന്റ്. ഇവിടെ നിന്നാണ് ടാലോ ക്രൂറൽ ജോയിന്റ് എന്നാണ് നമ്മുടെ ആംഗിൾ ജോയിന്റിനെ പറയുന്നത്. പേര് പഠിച്ചോണം. ടാലോ കാൽക്കേനിയൽ ജോയിന്റ് എന്നാണ് സബ്ടാലാർ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ സർഫസ് ഓഫ് ടാലസ് ആൻഡ് അപ്പർ സർഫസ് ഓഫ് കാൽക്കേനിയസിലൂടെ കൂടി ചേർന്നാണ് എന്ത് ഈ പറഞ്ഞ സബ്ടാലാർ ജോയിന്റ് ഉണ്ടാകുന്നത്. അത് അത്ര മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നോക്കാം, സബ്ടാലാർ ജോയിന്റ്, ആംഗിൾ ജോയിന്റ്. അപ്പോൾ കാൽക്കേനിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിൻ്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കി? ആംഗിൾ ജോയിന്റ് ഭാഗമല്ല എന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് നോക്കാം. ഫ്ലെക്ഷൻ, ഇതെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. ഫ്ലെക്ഷൻ എന്താണ്? ആക്ട് ഓഫ് ബെൻഡിങ് അല്ലേ. എക്സ്റ്റൻഷൻ ആക്ട് ഓഫ് സ്ട്രെച്ചിങ്. അഡക്ഷൻ മൂവിങ് ദ ലിംബ് ടുവാർഡ്സ് ദ ബോഡി. അബ്ഡക്ഷൻ മൂവിങ് ദ ലിംബ് എവേ ഫ്രം ദ ബോഡി. അതുപോലെ റൊട്ടേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഫോർവേഡ്, പ്രൊണേഷൻ, റൊട്ടേഷൻ ബാക്ക്വേർഡ്, സുപ്പനേഷൻ. അതുപോലെ എലിവേഷൻ റേസിങ് അപ്വാർഡ്, ഡിപ്രഷൻ ലോവറിങ് ഡൗൺവാർഡ്, ഇൻവേർഷൻ മൂവിങ് സോൾ ഓഫ് ദ ഫൂട്ട് ഇൻവാർഡ് അല്ല. ഇൻവേർഷനും നമുക്ക് കാലിൻ്റെ ഫൂട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. ഇവേർഷൻ മൂവിങ് ദ സോൾസ് ഓഫ് ദ ഫൂട്ട് ഔട്ട്വാർഡ്, ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ആക്കുന്നത്. റൊട്ടേഷൻ മൂവിങ് അറൗണ്ട് എ സെൻട്രൽ ആക്സിസ്. ഇത്രയും മൂവ്മെൻറ്റ്സ് പഠിച്ചു വെച്ചേക്കുക. ഇനി ഡിസീസ് ഓഫ് ജോയിൻസ്, നമുക്കിത് വേറെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ജോയിൻറ്റുകളിലുള്ള എന്താണ് ഇൻഫ്ലമേഷനാണ് ആർത്രൈറ്റിസ്. ഐറ്റിസ് എവിടെ വന്നാലും നിങ്ങൾക്കറിയാം എന്താണ് അത് ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സഫിക്സ് ആണ് അല്ലേ, ഐറ്റിസ്. ഓക്കെ, ജിഞ്ചുവൈറ്റിസ് എന്താണ്? മോണയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ല, ഇൻഫ്ലമേഷൻ ആണ് അല്ലേ.
ജിഞ്ചിവൈറ്റിസ്, അങ്ങനെ ഒത്തിരി ഐറ്റിസുകൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് അല്ലേ. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്ട്സ് ഓൾ സ്മോൾ ജോയിൻസ് അല്ലേ. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും സന്ധിവാതം അല്ലേ, എന്താണ്, ഇതൊരു ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, എല്ലാ സ്മാൾ ജോയിൻസിനെയും ബാധിക്കും. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വന്ന ആൾക്കാർക്ക് ആദ്യം വിരൽ ഇങ്ങനെ ഇരിക്കും, നൂരൂല, ടക്കും സൗണ്ട് കേൾക്കും അല്ലേ. ഡിസ്ലൊക്കേഷൻ നോക്കാം. ടെമ്പററി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൺ ഫ്രം എ ജോയിന്റ്. ഡിസ്ലൊക്കേഷൻ പലപ്പോഴും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴും പ്രധാനമായിട്ട് നമുക്ക് ഈ പറഞ്ഞ കയ്യിൽ ഡിസ്ലൊക്കേഷനാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഇവിടെയുള്ള ലിഗമെന്റ്സ് എല്ലാം ചിലപ്പോൾ വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെയും ആ ലിഗമെന്റ്സ് കൃത്യമായിട്ട് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും കൈ ഇളകാനുള്ള സാധ്യത കൂടുതലാണ്. ഡിസ്ലൊക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടാവും. ടെമ്പററി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൺ ഫ്രം എ ജോയിന്റ്. ഒരു ജോയിന്റിൽ നിന്നും ബോൺ താൽക്കാലികമായി വിട്ടുപോകുന്നതിന് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ഗൗട്ട് എന്താണ്? യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യൂമുലേറ്റ് ഇൻ ദ ജോയിന്റ്. ജോയിന്റിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അക്യൂമുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഗൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ജോയിൻറ്റ്സുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കൃത്യമായി വിളിച്ചു പറയില്ലേ? പറയണം. നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ഈസ് ദ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ്? സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ്, സ്റ്റേണവും ക്ലാവിക്കലും തമ്മിലുള്ളപ്പോൾ സാഡിൽ ജോയിന്റ് ആണ് പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ. എന്താണ് സാഡിൽ ജോയിന്റ്? അതുപോലെ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു എന്താണ്, എവിടെയാണ് വരുന്നത്? ഫൗണ്ട് ബിറ്റ്വീൻ സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ അല്ലേ. എന്താണ്? ക്ലാവിക്കിളും സ്കാപ്പുലയും തമ്മിലാണ് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഉള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ് ഈസ് ദ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ്? എന്താണ്? പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ് ആണ്. ഗ്ലൈഡിംഗ് മൂവ്മെന്റ് ആണ് അവിടെ സാധ്യമായത് അല്ലേ. ദ ഷോൾഡർ ജോയിന്റ് ഈസ് ഫോംഡ് ബൈ എന്തൊക്കെയാണ്? ഗ്ലിനോയിഡ് ക്യാവിറ്റി ആൻഡ് ദ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ആണ് പ്രധാനമായിട്ടും ഷോൾഡർ ജോയിന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദ ഷോൾഡർ ജോയിന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അല്ലേ. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. വാട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് ദ എൽബോ ജോയിന്റ്? എങ്ങനെ? എൽബോ ജോയിന്റ് എന്ന് പറയുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ് അല്ലേ. നമുക്കറിയാം ഹിഞ്ച് ജോയിന്റ് ആണ്. അതുപോലെ ദ ഹ്യൂമറോ അൾനാർ പാർട്ട് ഓഫ് ദ എൽബോ ജോയിന്റ് ഈസ് ഫോംഡ് ബൈ നോക്കാം. എന്താണ് ഹ്യൂമറോ അൾനാർ പാർട്ട്? ഹ്യൂമറോ അൾനസും ഹ്യൂമറസും തമ്മിലുള്ള പാർട്ട് അത് എന്തൊക്കെയാണുള്ളത് അതിനകത്ത്? റേഡിയസ് ആണോ? അല്ല. എന്താണ്? ട്രോക്ലിയ ആൻഡ് ട്രോക്ലിയർ നോച്ച് ആണ് അല്ലേ. എന്താണ്? ട്രോക്ലിയയും ട്രോക്ലിയർ നോച്ചുമാണ് റേഡിയോ അൾനാർ പാർട്ടിൽ ഉള്ളത്. റേഡിയോ അൾനാർ പാർട്ടില്ല, ഹ്യൂമറോ അൾനാർ പാർട്ട് ഓഫ് ദ എൽബോ ജോയിന്റിലുള്ളത്. ഇനി ഹ്യൂമറോ റേഡിയൽ ജോയിന്റ് ഇസ് എ പാർട്ട് ഓഫ് ഏതാണ്? എൽബോ ജോയിന്റിന്റെ ഭാഗമാണ് ഹ്യൂമറോ റേഡിയൽ പാർട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ രണ്ട് പാർട്ട് ഉണ്ടെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അടുത്തത് ഹ്യൂമറോ റേഡിയൽ ജോയിന്റ് ഇൻക്ലൂഡ്സ് ദ ഏതൊക്കെയാണ്? ഹ്യൂമറോ റേഡിയൽ, റേഡിയസും ഹ്യൂമറസും തമ്മിലുള്ള ഭാഗം ക്യാപിറ്റലും ഹ്യൂമറസും റേഡിയസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാവുക, പഠിച്ചിട്ടുണ്ട്. അതുപോലെ സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ്? നമുക്കറിയാം ദ പിവട്ട് ജോയിന്റ് ആണ് അല്ലേ. പിവട്ട് ജോയിന്റ് ആണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിൻഡെസ്മോസിസ് ടൈപ്പ് കണക്ഷൻ? ഏതൊക്കെയാണ്? മിഡിൽ റേഡിയോ അൾനാർ ജോയിന്റ് സിൻഡെസ്മോസിസ് ടൈപ്പ് കണക്ഷൻ ആണെന്ന് നമുക്കറിയാം അല്ലേ. യെസ്. അപ്പോൾ നോക്കാം. ദ റിസ്റ്റ് ജോയിന്റ് ഈസ് ആൾസോ നോൺ ആസ്, റിസ്റ്റ് ജോയിന്റ് മറ്റൊരു പേരെന്താണ് മക്കളെ? റേഡിയോ കാർപ്പൽ ജോയിന്റ് അല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ്, എന്ത് ടൈപ്പ് ആണെന്നുള്ള കാര്യം? ബൈ ആക്സിൽ എലിപ്സോ ടൈപ്പ് ആണ് എന്ത് റിസ്റ്റ് ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. വാട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ്സ് ഈസ് ദ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് ഓഫ് ദ തമ്പ്? എന്താണ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്? എന്ത് ടൈപ്പാണ്? അതൊരു സാഡിൽ അല്ലെങ്കിൽ സെല്ലാർ ടൈപ്പ് ആണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ദ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് ഓഫ് ദ തമ്പ് അലോസ് ഏതൊക്കെയാണ്? ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓൺലി അല്ല, മോഷൻ ഇൻ ആൾ ഡയറക്ഷൻസ് ആണ് അല്ലേ. ദ ഹിപ്പ് ജോയിന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമുക്കറിയാം. ദ ഹിപ്പ് ജോയിന്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? അസറ്റബിലും ഹെഡ് ഓഫ് ഫിമർ നമുക്കറിയാം. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് ഹി? എന്താണ്? ഒരു മോഡിഫൈഡ് ഹിഞ്ച് ജോയിന്റ് ആണ്, നീക്കകത്തുള്ള ജോയിന്റ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നീ ജോയിന്റ്? നീ ജോയിന്റെ ഭാഗമല്ലാത്ത ടിബിയ പാർട്ടിലെ ഭാഗമാണ്, ടിബിയ കോണ്ടൈൽസ് ഭാഗമാണ്, ഫെമറൽ റേഡിയസ് അതിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. അതുപോലെ വിച്ച് ഓഫ് ജോയിന്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഇൻ ദ ബോഡി? നമുക്കറിയാം നീ ജോയിന്റ് ആണ് നമുക്കറിയാം. അതുപോലെ ആംഗിൾ ജോയിന്റ് ഈസ് ആൾസോ നോൺ ആസ്, മറ്റൊരു പേരെന്താണ് ആംഗിൾ ജോയിന്റ്? മറ്റൊരു പേരെന്താണ് മക്കളെ? പറ, ഏതാടാ? ടാലോ ക്രൂറൽ ജോയിന്റ് ആണ് അല്ലേ. എന്താണ് ടാലോ ക്രൂറൽ ജോയിന്റ്? അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് ദ ആംഗിൾ? എന്താണ്? ഇതൊരു യൂണി ആക്സിയൽ ഹിഞ്ച് ജോയിന്റ് ആണ് ആംഗിൾ ജോയിന്റ് എന്ന് പറയുമ്പോൾ. ദ സബ്റ്റാലാർ ജോയിന്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ, സബ്റ്റാലാർ ജോയിന്റ് ഏതൊക്കെ തമ്മിലാണ് മക്കളെ? ടാലസും കാൽക്കേനിയസും തമ്മിലാണ് അല്ലേ. അതുപോലെ ദ സബ്റ്റാലാർ ജോയിന്റ് ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? ടാലോ കാൽക്കേനിയൽ ജോയിന്റ് എന്നറിയപ്പെടുന്നു. വിച്ച് മൂവ്മെന്റ് റെഫേഴ്സ് ടു ദ ബെൻഡിങ് ഓഫ് എ ലിംബ്? ബെൻഡിങ് ഓഫ് എ ലിംബുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഫ്ലെക്ഷൻ അല്ലേ. ബെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലെക്ഷൻ ആണ്. അതുപോലെ മൂവിങ് എ ലിംബ് എവേ ഫ്രം ദ മിഡ് ലൈൻ ഈസ് കാൾഡ് എന്താ മക്കളെ? അബ്ഡക്ഷൻ അല്ലേ. അബ്ഡക്ഷൻ. ഇൻവേർഷൻ മീൻസ് എന്താണ്? ഇൻവേർഷൻ എന്താണ്?
ടേണിംഗ് സോൾ ഇൻവേർഡ് ആൻഡ് ഇൻവേർഷൻ. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഗൗട്ട് എങ്ങനെയാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റലിന്റെ അക്യൂമുലേഷൻ മൂലമാണ് ഗൗട്ട് എന്ന് മനസ്സിലായത്. അടുത്ത ഓൺലി ഹൊറിസോണ്ടൽ ലോങ് ബോൺ ഇൻ ദ ബോഡി. ലോങ് ബോൺസ് പറയുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ നമ്മൾ ശരി, അതെല്ലാം എന്താ ഇങ്ങനെ കുത്തനായിരിക്കുകയാണ്. ഒരെണ്ണം മാത്രമേ ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിപ്പുള്ളൂ. ഏതാണ്? ക്ലാവിക്കലാണ്. അതല്ലേ ക്ലാവിക്കലാണ് അങ്ങനെ ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന ലോങ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ പ്രസ്താവന ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഷോൾഡർ ഗിർഡിൽ ജോയിന്റ്. ഷോൾഡർ ഗിർഡിലുള്ള ജോയിന്റ്സുമായി ബന്ധപ്പെടുത്തി ശരിയായുള്ള പ്രസ്താവനകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഇപ്പം തന്നെ പഠിച്ചു പോകാം. എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ശരിയാണോ തെറ്റാണോ ചോദിച്ചിരിക്കുന്നത്, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് മാത്രമേ നിങ്ങൾ ആദ്യം നോക്കാവൂ. നെവർ ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ ഓർ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് വൺ. റൂൾ നമ്പർ 1, ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ. ദ സ്റ്റെർണോക്ലാവിക്കുലർ ജോയിന്റ് is a saddle type synovial joint. Sternoclavicular joint is a saddle type ആണ്, സൈനോവിയൽ ജോയിന്റ് ആണ്. യെസ്, സാഡിൽ ടൈപ്പ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് സൈനോവിയലാണ്, മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ ഫൈൻ, അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമായി. നെവർ ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ. ഓക്കെ, ശരിയാണ്, ബോധ്യമായെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ശരി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കണം മക്കളെ. എന്ത് പ്രയോജനം ഉണ്ടാക്കണം? ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും എടുത്ത് മാറ്റാൻ കഴിയണം. ഏതെങ്കിലും ഓപ്ഷൻസ് വരാൻ ഉള്ള സാധ്യത അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് ഏത് നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ നമ്മളിത് എന്താ ചോദിച്ചിരുന്നത്? ശരി ഏതെന്നല്ലേ ചോദ്യം? ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ഐ റിപ്പീറ്റ്, നെവർ ലുക്ക് അറ്റ് ദ സെക്കൻഡ്, തേർഡ് ഓർ ഫോർത്ത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. ഇത് ഒരു കാര്യം ഒരിക്കലും എടുത്ത് പറയാം, നിങ്ങൾക്ക് 200% ഉറപ്പുള്ള പ്രസ്താവന വെച്ച് മാത്രമേ എലിമിനേഷൻ ചെയ്യാവൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും, ഉത്തരം കിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരി. അപ്പോൾ എ പറയുന്നു 1ഉം 2ഉമാണ് ശരിയെന്ന്. 2നെ കുറിച്ച് നമ്മൾ നോക്കുന്നേ ഇല്ല. ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് പറഞ്ഞു എ, അതുകൊണ്ട് എ ഒരുപക്ഷെ ഉത്തരമായി വന്നേക്കാം. ബിയും പറഞ്ഞു 1ഉം 2ഉം 4ഉമാണ് ശരി. 2ലേക്കും 4ലേക്കും നമ്മൾ നെവർ ലുക്ക് അറ്റ് ഇറ്റ്. കാരണം നമ്മൾ ഈ ഒന്നാമത്തെ പ്രസ്താവനയെക്കുറിച്ച് ഈ ഓപ്ഷൻസ് എന്ത് സംസാരിക്കുന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓപ്ഷനെ ഉത്തരം വന്നേക്കാം. എന്നാൽ സി എന്താ പറയുന്നത്? 2ഉം 3ഉം മാത്രമാണ് ശരി. 1 പരമാർത്ഥമാണ്, ശരിയാണ്, നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ 1 ശരിയാണെന്ന് പറയാത്തത് കൊണ്ട് മാത്രം സി ഒരിക്കലും ഉത്തരമായി വരില്ല എന്ന് മനസ്സിലാക്കി സി വെട്ടിക്കളഞ്ഞു. ഇനി എന്താ? ഡി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഡിയിലും 1 ശരിയാണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി മാത്രം രണ്ടാമത്തെ പ്രസ്താവന നോക്കാവൂ. ദ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് കണക്ട്സ് ദ ലാറ്ററൽ ക്ലാവിക്കിൾ ആൻഡ് അക്രോമിയോൺ പ്രോസസ്. അക്രോമിയോ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാപ്പുലയുടെ പ്രോസസ് ആണ്, നമുക്കറിയാം. അക്രോമിയോ ക്ലാവിക്കുലർ ലാറ്ററൽ സൈഡ്, ക്ലാവിക്കിൾ ലാറ്ററൽ സൈഡാണല്ലേ, ഇതാണ് ലാറ്ററൽ സൈഡ് അല്ലേ, ഇത് സെൻട്രൽ സൈഡ്, ലാറ്ററൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യിക്കുന്നു. അത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അല്ലേ, അക്രോമിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുന്നു, ക്ലാവിക്കിൾ ആൻഡ് അക്രോമിക് പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ശരിയാണെന്ന് പറയാത്ത പ്രസ്താവനയാണ് ഡി. 1ഉം 3ഉം 4ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. 3ലേക്കും 4ലേക്കും നമ്മൾ നോക്കുന്നില്ല. ഡിയുടെ ഇനബിലിറ്റി എന്താണ്? അത് 2 ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, 2 ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇനി മാത്രമേ മൂന്നാമത്തെ പ്രസ്താവനയിൽ നോക്കാവൂ. ദ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഈസ് എ പിവട്ട് ജോയിന്റ് എന്ന് പറയുന്നു. അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഒരു പിവട്ട് ജോയിന്റ് ആണോ? അല്ല, അത് പ്ലെയിൻ ജോയിന്റ് ആണ് അല്ലേ, പ്ലെയിൻ ജോയിന്റ് ആണ്. അതിന് ഗ്ലൈഡിങ് മൂവ്മെന്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ 3 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ സിയിലോട്ടോ ഡിയിലോട്ടോ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എയിൽ 1ഉം 2ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ബി 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ഇൻ കേസ് ഈ ബിയിലോ എയിലോ 3 ശരിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് വെട്ടായിരുന്നു. കാരണം എന്താ? 3 തെറ്റാണെന്ന് നമുക്ക് ബോധ്യം ഇല്ലേ. ദൗർഭാഗ്യവശാൽ ഈ 3നെ കുറിച്ച് ഈ 2 ഓപ്ഷനും പ്രതിപാദിക്കുന്നില്ല. അടുത്ത് നോക്കാം. ദ സ്റ്റെർണോ ക്ലാവിക്കുലർ ജോയിന്റ് കണക്ട്സ് സ്കാപ്പുല ടു ക്ലാവിക്കിൾ. സ്റ്റെർണോ ക്ലാവിക്കുലർ ജോയിന്റ് സ്കാപ്പുലയും ക്ലാവിക്കിളിനെയുമായിട്ട് കണക്ട് ചെയ്യുന്നു പറയുന്നു. സ്റ്റെർണവും ക്ലാവിക്കിളും, ഇത് ക്ലാവിക്കിൾ, ഇത് സ്റ്റേണോ അല്ലേ, അത് സ്റ്റേണത്തിനെയും ക്ലാവിക്കിനെയും അല്ലേ കണക്ട് ചെയ്യുന്നത്, സ്കാപ്പുല അല്ലല്ലോ, അല്ല. അപ്പോൾ അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നോക്ക്, 4 തെറ്റാണ്. 4 തെറ്റായത് കൊണ്ട് തന്നെ ബി പറഞ്ഞിരിക്കുന്നു 1ഉം 2ഉം 4ഉമാണ് ശരിയെന്ന്. അപ്പോൾ അതൊരിക്കലും വരില്ലല്ലോ, എ മാത്രമല്ലേ ഉത്തരമായിട്ട് വരൂ.
ഒരു സംശയമില്ല, നമുക്ക് ഉത്തരം എഴുതാം എ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക്. ഒന്നുകൂടെ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ എൽബോ ജോയിന്റ്. എൽബോ ജോയിന്റുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നോട്ട് ട്രൂ പറഞ്ഞതുകൊണ്ട് ഞാൻ അടിയിലൊരു വരയിടും. തെറ്റല്ലേ എൻ്റെ ചോദിച്ചിരിക്കുന്നേ, നിങ്ങൾ വരയുന്നുണ്ട് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് മാത്രമേ കണ്ടുപോകാവൂ. ദ എൽബോ ജോയിന്റ് ഇസ് എ മോഡിഫൈഡ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. തെറ്റ്, അതൊരു ഹിഞ്ച് ജോയിന്റ് ആണ്, നമുക്കറിയാം. എൽബോ ജോയിന്റ് തെറ്റാണ്. നമ്മുടെ അടുത്ത് ശരിയല്ലല്ലോ, തെറ്റേതൊക്കെയെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം? എയും ബിയും സിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം, കാരണം ഒന്ന് തെറ്റ് തന്നെയാണ്. പക്ഷേ ഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം അതിൽ 2, 3, 4 തെറ്റെന്ന് പറയുന്നു, ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല, വെട്ടി. അടുത്തത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹ്യൂമറോ അൾനാർ ആൻഡ് ഹ്യൂമറോ റേഡിയൽ പാർട്സ്. എന്താണ്? ഹ്യൂമറോ അൾനാറും ഹ്യൂമറോ റേഡിയൽ പാർട്സും ഉണ്ട്. എവിടെ? എൽബോ ജോയിന്റിൽ. ശരിയാണ്, നമ്മൾ 2 പാർട്ട് പഠിച്ചതാണല്ലേ. എന്തൊക്കെയാണ്? അൾനയും ഹ്യൂമറസുമായിട്ട് ചേരുന്ന ഭാഗവും ഹ്യൂമറസും റേഡിയസുമായിട്ട് ചേർന്ന ഭാഗവും ഉണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ തെറ്റ് എന്നാ ചോദിച്ചത്, നമ്മളൊരു ശരി കണ്ടുപിടിച്ചു അല്ലേ. ഈ പച്ച പരമാർത്ഥമായിട്ടുള്ള ഈ പാവം ശരിയായിട്ടുള്ള 2 തെറ്റാണെന്ന് ഏതെങ്കിലും ഓപ്ഷൻ പറയുന്നുണ്ടോ? എ പറയുന്നു. എ എന്താ പറയുന്നത്? 1ഉം 2ഉം തെറ്റാണെന്ന്. 1 തെറ്റോ എന്തോ ആയിക്കോട്ടെ, 2 തെറ്റാണെന്ന് പറഞ്ഞ ഒരൊറ്റ കുറ്റത്തിനാൽ എ നമ്മൾ വെട്ടിക്കളയും. ദ ട്രോക്ലിയർ ഓഫ് ദ ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ട്രോക്ലിയർ നോച്ച് ഓഫ് ദി അൾന എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ട്രോക്ലിയർ നോച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചാണ്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 തെറ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് 2, 3 തെറ്റാണെന്ന് പ്രതിപാദിക്കുന്നേ ഇല്ല, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അടുത്തത്, ദ ക്യാപ്റ്റുലം ഓഫ് ദ ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ അപ്പർ കോൺകേവ് സർഫസ് ഓഫ് ദ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ശരി തന്നെയാണ്. അപ്പോൾ സി വെട്ടിക്കളയാം. 1ഉം 4ഉമാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ സി വെട്ടിക്കളയാം. ഉത്തരം ബി ആയിരിക്കും അല്ലേ. ഉത്തരവായിരിക്കും ബി ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ റിസ്റ്റ് ആൻഡ് തമ്പ് ജോയിന്റ്. ദ റിസ്റ്റ് ജോയിന്റ് ഈസ് ആൾസോ കാൾഡ് റേഡിയോ കാർപ്പൽ ജോയിന്റ്. ശരിയാണ്, റേഡിയോ കാർപ്പൽ ജോയിന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 1 ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം എടുക്കാം, അല്ലാത്ത വെട്ടിക്കളയാം. 2, ദ റിസ്റ്റ് ജോയിന്റ് ഈസ് എ സാഡിൽ ടൈപ്പ് ജോയിന്റ്. അതൊരു സാഡിൽ ടൈപ്പ് ജോയിന്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്ക് മക്കളെ, അതൊരു സാഡിൽ ടൈപ്പ് ജോയിന്റ് അല്ല, റിസ്റ്റ് ജോയിന്റ്. തെറ്റായ പ്രസ്താവനയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ശരി എന്ന് പറഞ്ഞാൽ സി എയും നമ്മൾ വെട്ടിക്കളഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തില്ലേ, പെട്ടെന്ന് ഉത്തരത്തിലേക്ക്. ഉത്തരം എ ആണ്. 1ഉം 3ഉം മാത്രമായിരിക്കും ശരി. ഇത്രയേ ഉള്ള കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴോട്ടുള്ളത് വായിക്കാതെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ താഴോട്ടുള്ളത് നോക്കൂ, 4 തെറ്റായിരിക്കും, 1ഉം 3ഉം ശരിയുമായിരിക്കും. ഇനി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഹിപ്പ് ആൻഡ് നീ ജോയിന്റ്. ദ ഹിപ്പ് ജോയിന്റ് ഈസ് എ ബാൾ ആൻഡ് സോക്കറ്റ് സൈനോവിയൽ ജോയിന്റ്. ശരിയാണ്, ഹിപ്പ് ജോയിന്റ് എന്ന് പറയും ബാൾ ആൻഡ് സോക്കറ്റ് ആണ്, സൈനോവിയൽ ജോയിന്റ് ആണ്. അറിയാം നമുക്ക്. ട്രൂ അല്ലേ ചോദിച്ചിരിക്കുന്നേ. അപ്പോൾ ബി മാത്രം വെട്ടിക്കളയാൻ കാരണം എന്താ? 1 ശരിയെന്ന് ബി പറഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും 1 ശരിയെന്ന് പ്രതിപാദിക്കുന്നു. 2, നീ ജോയിന്റ് ഈസ് ദ മോസ്റ്റ് കോംപ്ലക്സ് ജോയിന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ് അല്ലേ. അപ്പോൾ എന്താണ്? എയിലും സിയിലും അല്ല ഡിയിലും, എയിലും ഡിയിലും 2 ശരിയാണെന്ന് പറയുന്നത്. കാരണം ആൾ ഓഫ് ദ ബോയ് ശരിയാണെന്നുള്ള പറയുന്നുണ്ട്. എ 1, 2, 3 ശരിയെന്ന് പറയുന്നു. സി 1ഉം 4ഉം മാത്രമാണ് ശരിയെന്ന് അത് വെട്ടിക്കളഞ്ഞു നമ്മൾ. അടുത്ത, നീ ജോയിന്റ് ഇൻക്ലൂഡ്സ് പാറ്റല്ല, ഫെമർ ആൻഡ് ടിബിയ. ടിബിയ ഉണ്ട്, ഫിബുല ഉണ്ട്, പാറ്റല്ല, ഫെമർ എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ എന്തുണ്ട്? അപ്പോൾ 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ദ ഹിപ്പ് ജോയിന്റ് കണക്ട്സ് ദ ടിബിയ ആൻഡ് അസറ്റാബുലം. നെവർ ഹിപ്പ് ജോയിന്റിൽ എന്തില്ല? ടിബിയ ഇല്ലല്ലോ. ടിബിയ ഇല്ല, 4 ഇല്ലല്ലേ. അപ്പോൾ ഉത്തരം എ ആണ്. ഏതാണ്? ഉത്തരം എ ആണ്. അടുത്ത നമുക്കൊരു അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അസേർഷൻ നമുക്കറിയാം, അസേർഷൻ അനുമാനം, റീസൺ കാരണമാണ്. അപ്പോൾ അസേർഷൻ എന്ന് പറയുമ്പോൾ ദ ഷോൾഡർ ജോയിന്റ് അലോസ് എ ഗ്രേറ്റർ റേഞ്ച് ഓഫ് മോഷൻ ദാൻ ഹിപ്പ് ജോയിന്റ്. ശരിയാണ് അല്ലേ. ഇത് നമുക്ക് 2ഉം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണെന്നുണ്ടെങ്കിലും ഷോൾഡർ ജോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മൂവ്മെന്റ് കിട്ടും. പക്ഷേ കാലാണെങ്കിൽ ഇത്രയും അനക്കാൻ പറ്റുള്ളൂ അല്ലേ, ഒരുപാട് വലിയ പരിധി നടക്കത്തില്ല. അപ്പോൾ റീസൺ പറഞ്ഞിരിക്കുന്നത് ഗ്ലിനോഡ് ക്യാവിറ്റി ഈസ് ഷാലോവർ ദാൻ ദ അസറ്റാബുലം. അസറ്റാബുലവും ഗ്ലിനോഡ് ക്യാവിറ്റി 2ഉം ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. സോക്കറ്റ് ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും ബോളും സോക്കറ്റും ഉണ്ട് അല്ലേ. അവിടെ സോക്കറ്റ് ഡീപ്പ് ഡെപ്തിലാണ് അസറ്റാബുലം. ശരിയാണോ? അതെ, കാരണം ഡെപ്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ മൂവ്മെന്റ് പോസിബിൾ അല്ല അല്ലേ. മറ്റേത് അത്ര ഡെപ്തില്ല, ഷാലോവർ ആണ്, വലിയ മൂവ്മെന്റ്സ് പോസിബിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് എ ആണ് ഉത്തരമായിട്ട് വരുന്നത്.
അപ്പോൾ അടുത്ത ചെയ്യാം, ഗൗട്ട് ഈസ് കോസ്ഡ് ബൈ അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇൻ ജോയിന്റ്. അസേർഷൻ ശരിയാണ്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ട്രിഗർ ഇൻഫ്ലമേഷൻ ആൻഡ് പെയിൻ ഇൻ ദ ജോയിന്റ്. നമുക്ക് ഗൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അസേർഷനും റീസണും കൃത്യമായിട്ട് വന്നിരിക്കുന്നു. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലഷൻ ഓഫ് എ എന്നാണ് വന്നിരിക്കുന്ന ഉത്തരം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് സഹകാരി റേസ് പ്ലസിൻ്റെ ചുണക്കുട്ടികളായിട്ട് നിങ്ങൾ MCSൻ്റെ പരീക്ഷയിൽ എല്ലാ ജില്ലയിലും ആദ്യ റാങ്കുകളിൽ എത്തിച്ചേരുകയും സഹകാരി റേസ് പ്ലസിൻ്റെ കുട്ടികളെ കൊണ്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിറയ്ക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ പുറത്താണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, എന്നും നിൽക്കുന്നത്. മക്കളെ കയറി വാ, അടിച്ചു കയറി വാ. അപ്പോൾ നമുക്ക് പിന്നെ ഇനിയൊരു ലൈവ് കൂടെ ഉണ്ടാവും. ആ ലൈവിൽ നമുക്ക് നേരിട്ട് കാണാം. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളെ കാണാൻ വരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്നേഹം ആണ് നമുക്ക് എന്താ പറയുക, ഒരു ലൈഫ് ടൈം ബന്ധമാണ് നമ്മൾ തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് അല്ലേ? ഒരു ലൈഫ് ടൈം നമ്മൾ മരിക്കുന്നവരെ ഉണ്ടാകുന്നൊരു ബന്ധം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തരത്തിലൊരു വാക്ക് കൊണ്ടാവട്ടെ, ഒരു പ്രവൃത്തി കൊണ്ടാവട്ടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്, നമ്മുടെ വിജയത്തിന്, നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാ കോച്ചിങ്ങും, സഹകാരി റേസ് പ്ലസ് കൊടുക്കുന്ന ഏതൊരു കോച്ചിങ് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ സാധാരണ പറയുന്നൊരു വാചകമുണ്ട്. കാര്യം എന്താ സാർ, നമ്മളിവിടുന്ന് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക സന്തോഷം. ഇവിടെ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോൺഫിഡൻസ് ഇത് ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങളെ അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു റോക്കറ്റ് ലോഞ്ചിങ് ഫേസാണ്. ആ ലോഞ്ചിങ് ഫേസിൽ ഇരിക്കുകയാണ് നിങ്ങൾ, ലോഞ്ചിങ് പാഡിൽ ഇരിക്കുകയാണ്. ഇനി നിങ്ങൾ തീ കത്തിച്ചങ്ങ് വിട്ടാൽ മതി, നിങ്ങൾ ലൈഫ് ഉയരത്തിലേക്ക് പോകും. കൃത്യമായിട്ട് ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പറയുന്ന പോലെ എക്സാമിനേഷനൊക്കെ എഴുതി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉറപ്പായിട്ട് മാറിയിട്ടുണ്ടാകും. ആ കാഴ്ചപ്പാട് മാറുന്നിടത്താണ് മക്കളെ നമ്മുടെ വിജയം ആരംഭിക്കുന്നത്, നമ്മുടെ വിജയ യാത്ര ആരംഭിക്കുന്നത്. ആ വിജയ യാത്രയിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക്